നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു അടിപൊളി ഫിഷ് കറിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. മീൻ കറി ഉണ്ടാക്കുന്നതിന് ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ഓലക്കൊടിയൻ എന്ന് പറയുന്ന ഒരു ഫിഷാണ്. ഇതേ സെയിം റെസിപ്പി ഉപയോഗിച്ച് നമുക്ക് കടലിൽ നിന്ന് കിട്ടുന്ന ഏത് മീൻ വേണേലും നമുക്ക് വെക്കാവുന്നതാണ്. കേര, ചൂര, മോത തുടങ്ങിയ ഏത് മീൻ വേണേലും നമുക്ക് ഇതേ കൂട്ട് കുക്ക് ചെയ്യാം. നല്ല അടിപൊളി ഒരു ഫിഷ് കറിയാണ്. മീൻ കറി വെക്കുന്നതിന് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ മൺചട്ടിയിൽ വെക്കുന്ന മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 8-10 ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത്, ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി, ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, ഇനി ഇതിനകത്തേക്ക് ഒരു 5 പച്ചമുളക്, കറിവേപ്പില, ഒരു 4 കുടംപുളി കുതിർത്തത് നെടുകെ കീറി ഇട്ടേക്കുവാണ്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി ചേർക്കാൻ പോകുന്നത് വറുത്ത് പൊടിച്ച പെരുംജീരകമാണ്. അത് ഒരു 1/4 ടീസ്പൂൺ. ഇനി പൊടികളുടെ എല്ലാം പച്ച മണം മാറുന്നവരെ നമുക്ക് ഇതിനകത്തൊന്ന് മൂപ്പിക്കാം. പൊടികളൊക്കെ ചേർക്കുന്ന സമയത്തും മൂപ്പിക്കുന്ന സമയത്തും ചെറിയ തീയിലിട്ട് വേണം ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. പൊടികൾ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് പോകും. ഇനി നമുക്കിതിനകത്തേക്ക് കുടംപുളി കുതിർത്ത് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒരിച്ചിരി ഒന്ന് കൂട്ടി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പോരാത്ത ഉപ്പ് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. മീനിൻ്റെ ചാറെല്ലാം തിളച്ചു വന്നു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ഓലക്കൊടിയൻ എന്ന് പറയുന്ന മീനിൻ്റെ മീറ്റാണിത്. മീറ്റ് ഏകദേശം ഒരു 800 ഗ്രാം ഉണ്ട്.
നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടും. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തപ്പോൾ നമ്മുടെ മീനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തുറന്ന് വെച്ച് നമുക്ക് ചാറൊന്ന് വറ്റിച്ചെടുക്കാം. മീനൊക്കെ ഇട്ട് ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കയ്യിലോ തവിയോ സ്പൂണോ ഒന്നും ഇടരുത്. ഇതേക്കൂട്ട് ചട്ടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കറക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ചാറൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് തുറന്ന് വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യുക. കറിക്ക് നല്ലൊരു രുചിയും വാസനയും കിട്ടുന്നതിന് നമുക്ക് ഇതിനകത്തേക്ക് കറിവേപ്പിലയുടെ തണ്ട് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയുടെ തണ്ട് ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് കൂടെ തുറന്ന് വെച്ച് ഒന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്വയംഭൻ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടലിൽ നിന്ന് കിട്ടുന്ന ദശയുള്ള ഏത് മീനും നമുക്ക് ഇതേ സെയിം റെസിപ്പി ഉപയോഗിച്ച് വെക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.